മലയാളി സൂര്യനിൽ ഇറങ്ങിയതുപോലെ വെന്തുരുകുന്ന മാസങ്ങളാണ് വരാൻ പോകുന്നത്. മുന്നറിയിപ്പുകളെല്ലാം കേരളത്തിൽ ഇപ്പോൾ വരാനിരിക്കുന്ന വരൾച്ചയിലേക്കാണ് വലിയ ആധിയോടെ വിരൽ ചൂണ്ടുന്നത്. മലയാളി ഇന്ന് മരുഭൂമിയിലെന്ന പോലെ ചുട്ടുപൊള്ളി തലങ്ങും വിലങ്ങും ചിതറിയോടുമ്പോൾ ഇവിടെ ആലപ്പുഴയിലെങ്കിലും കുറേ മരങ്ങൾ ഇങ്ങനെ തണലും ശ്വാസവുമായി നമുക്ക് മുന്നിൽ കൈതൊഴുതു നിൽക്കുന്നുവെങ്കിൽ അതിന് പിന്നിലൊരു മനുഷ്യന്റെ പോലീസ് മുറയിലുള്ളൊരു പരിസ്ഥിതി പ്രവർത്തനമുണ്ട്. ഭൂമിയിൽ തണൽ തേടിയെത്തുന്ന മനുഷ്യർ മാത്രമല്ല, സകല ജീവജാലങ്ങളും നന്ദിയോടെ സ്മരിക്കുന്ന അങ്ങനെ എത്ര പേരുണ്ട് നമുക്കിടയിൽ. തുലാവർഷവും ചതിച്ചതോടെ വരാൻ പോകുന്ന കഠിന വേനലിനെ കുറിച്ച് നമുക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 വർഷകാലങ്ങളുടെ വലിയ അനുഗ്രഹമുണ്ടായിരുന്ന നാട് ഇപ്പോൾ കമിഴ്ത്തിവെച്ച കുടം പോലെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പുകളെല്ലാം നാൾക്കുനാൾ വരണ്ടുണങ്ങുന്നതിന്റെ പരിദേവനങ്ങളാണ് എവിടെയും. ഭൂമിക്ക് കുടയും ശ്വാസവുമായിരുന്ന മരങ്ങളെല്ലാം വെട്ടിമാറ്റി മരുവൽക്കരണത്തിലേക്ക് മലയാളി നാൾക്കുനാൾ നടക്കുമ്പോഴാണ് വൃക്ഷസ്നേഹിയായ സുന്ദർലാൽ ബഹുഗുണയെ പോലെ പരിസ്ഥിതി സ്നേഹത്തിന്റെ ബഹുഗുണങ്ങളുള്ളൊരു മനുഷ്യനെ നമ്മളിങ്ങനെ ആലപ്പുഴ ദേശീയപാതയിൽ കണ്ടുമുട്ടുന്നത്. മാവോയിസ്റ്റുകളെ പിടികൂടാൻ പ്രത്യേകം ചുമതലയുള്ള പോലീസ് ഇന്റലിജൻസ് സബ് ഇൻസ്പെക്ടർ CV വിദ്യാധരൻ ഇതുവരെ ആലപ്പുഴയിൽ മാവും പ്ലാവുമായി 50,000-ഓളം മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഒരു സന്നദ്ധ സംഘടനയുടെ കണക്ക്. പക്ഷെ വിദ്യാധരൻ സാറിന്റെ പക്കൽ ഒരിക്കലും കണക്ക് വെക്കേണ്ടതില്ലാത്തൊരു പരിസ്ഥിതി സ്നേഹ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത്. ഒരു പരിധിവരെ അത് എൻ്റെ ഒരു സ്വാർത്ഥത കൂടിയാണ്. കാരണം മറ്റുള്ളവർ ഇപ്പോൾ കിട്ടുന്ന സമയങ്ങളിൽ അവർ സ്പെൻഡ് ചെയ്യണത് ചിലപ്പോൾ മദ്യശാലയിൽ പോയാണോ, അല്ലെങ്കിൽ വായനശാലയിൽ പോയി, അതല്ലെങ്കിൽ ചില ആൾക്കാർ കൂട്ടം കൂടി ഇരുന്ന് വർത്തമാനം പറഞ്ഞ് തീർക്കും, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോകുന്നു. അങ്ങനെ എല്ലാവരും സമയം ചെലവഴിക്കുമ്പോൾ ഞാൻ ചെലവഴിക്കുന്നത് ഈ മരങ്ങളുടെ ഇടയിലുള്ള ജീവിതമാണ്. എന്നാൽ ഒരു മദ്യം കഴിക്കുന്ന ഒരാളിന് എന്താണോ അവന് കിട്ടുന്ന ലഹരി, അതിനേക്കാൾ ഒരു പടി കൂടുതൽ ലഹരി ഞാൻ മരം നട്ടുപിടിപ്പിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. അതിൽ 2 ഇലകൾ വരുമ്പോഴും വീണ്ടും അതിനൊരു കൂമ്പ് വരുമ്പോഴും അതിന് വീണ്ടും അത് മേലോട്ട് വരുന്നൊരു ശിഖരങ്ങൾ വരുമ്പോഴും അതിൻ്റെ ചുവട്ടിലെ ബസ് കാത്ത് നിൽക്കുന്ന തണൽ തേടി നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോഴും അതിൽ വന്നിരിക്കുന്ന പക്ഷികൾ തണൽ തേടി വന്നിരിക്കുന്ന പക്ഷികളെ കാണുമ്പോഴും അതിൽ ജീവിക്കുന്ന മറ്റ് ജീവജങ്ങളെ കാണുമ്പോഴൊക്കെ ഇവർക്കൊരു ആവാസ വ്യവസ്ഥ ഉണ്ടാക്കി കൊടുക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു ഭൗതിക സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ സാധിക്കുന്നതിൽ വലിയ കർമ്മം വേറെ ഇല്ലെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ടായപ്പോൾ അതങ്ങനെ തുടരുകയാണ്. അതിനി എൻ്റെ മരണം വരെയും ഞാൻ ഈ കർമ്മത്തിൽ ഏർപ്പെട്ടു പോകും. അത് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകാൻ പറ്റുന്നതോ ഇടയ്ക്ക് വെച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു കർമ്മമല്ലിത്. കാരണം ഇത് 5 വർഷത്തെ കാലം ഒരു ചെടിയുടെ പുറകെ നടന്നെങ്കിൽ അത് പിടിച്ച് ഒരു സ്ഥലത്ത് തന്നെ നമ്മളൊരു 500 മരം കൊണ്ട് നട്ടാൽ ചിലപ്പോൾ അവസാനം നമുക്ക് കിട്ടുന്നത് വെറും 50 മരമായിരിക്കും. ഈ 50 മരങ്ങളാണ് നമുക്ക് അവസാനം അതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ 50 മരങ്ങൾ പിടിപ്പിച്ചെടുക്കുന്നു. അത് ഒരു ഫുട് പ്രിൻ്റ്, ഞാൻ ജീവിച്ചിരുന്നു, ഈ ഭൂമുഖത്ത് ഇങ്ങനെ ഒരാൾ കൂടി ജീവിച്ചിരുന്നു എന്ന് ഉള്ളൊരു തെളിവ് അവശേഷിപ്പിച്ചിട്ട് വേണം എനിക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു. ബാല്യത്തിൽ ബസ് കാത്തിരുന്ന റോഡരികിൽ ഒരു തണൽ മരം നട്ടാണ് വിദ്യാധരന്റെ വൃക്ഷസ്നേഹത്തിന്റെ തുടക്കം. അന്നത് ആരോ പിഴുതെറിഞ്ഞു കളഞ്ഞു. പക്ഷെ വിദ്യാധരന്റെ ഹൃദയത്തിലെ പച്ചപ്പ് മാത്രം ആർക്കും പിഴുതെറിയാനായില്ല. അത് ഓരോ ദിവസവും പല തായ്തടികളും ശിഖരങ്ങളുമായി പടർന്ന് ഒരു പെരും വനമായി മാറുകയായിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴയിലെയും ചേർത്തലയിലെയും കഞ്ഞിക്കുഴിയിലെയും പഞ്ചാരമണലിൽ ഒരു ചെടി കിളർപ്പിക്കുക എന്നാൽ അതൊരു ചെറിയ ജോലിയല്ല. പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് ഇങ്ങനെ വിതറിയ പോലത്തെ വെളുത്ത, ഒരു ഫലഭൂഷ്ഠതയില്ലാത്ത, ഒരു എക്കലില്ലാത്ത, യാതൊരുവിധ ഫലഭൂഷ്ഠതയില്ലാത്തൊരു മണ്ണാണ് ചേർത്തല നാട്ടിലെ മണ്ണ്. ഇത് വെള്ള ഇഷ്ടിക ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും. കുറച്ച് സ്ഥലങ്ങളിൽ സിലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സിലിക്ക മണലുകളുള്ള സ്ഥലമാണ് അത്. ഈ മണ്ണിൽ ഒരു 10 ദിവസം അടുപ്പിച്ച് മഴ പെയ്താലും 11ാമത്തെ ദിവസം മഴ നിന്നാൽ അപ്പോൾ അന്ന് നനച്ചിരിക്കണം ചെടികൾക്ക് നട്ടിട്ടുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ അത്ര ഉണക്ക് ബാധിച്ചത് കരിഞ്ഞു പോണൊരു പ്രത്യേക പ്രകൃതിയാണ്.
ഞാൻ ജീവിക്കുന്ന ചേർത്തല നാട്ടിലല്ല, മറ്റ് ഫലഭൂയിഷ്ടമായ മണ്ണുള്ള കോട്ടയം ജില്ലയിലോ ഇടുക്കി ജില്ലയിലോ അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലൊക്കെ ആയിരുന്നു ഞാൻ കോട്ടിക്കണക്കിന് മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിനായിരുന്നു. പക്ഷേ ഇവിടെ ഒരു മരം നട്ട് കഴിഞ്ഞാൽ 5 വർഷം കണ്ടിന്യൂ ആയിട്ട് എല്ലാ ദിവസങ്ങളിലും ആദ്യത്തെ പ്രൈമറി സ്റ്റേജിൽ 2 നേരവും നനച്ച് വളം മേടിച്ചിട്ട് ഹോട്ടൽ വേസ്റ്റുകൾ വാരിയിട്ട് ഹോട്ടലിൻ്റെ പുറകിലെ ചാരവും തേയിലച്ചണ്ടിയും വാരിയിട്ട് മുട്ടത്തോട് വാരിയിട്ട് അതേപോലെ കയ്യിൽ നിന്ന് കാശ് മുടക്കി ചാണകം മേടിച്ചിട്ട് എല്ലുപൊടി വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ നടത്തിയെങ്കിൽ മാത്രമേ വളർത്തി. ഒരു മാസം 6,000 രൂപയോളം ഞാൻ ഈ കാര്യത്തിന് ചെലവഴിക്കുന്നുണ്ട്. പോലീസുകാരെ കുറിച്ചുള്ള മലയാളിയുടെ പൊതുസങ്കല്പങ്ങളെല്ലാം മാറ്റിവെച്ച് വേണം നമ്മൾ വിദ്യാധരൻ SIയോട് സംസാരിക്കാൻ. അയാൾ ഒരു ആക്ഷൻ ഹീറോ ആവുന്നുണ്ടെങ്കിൽ അത് ഭൂമിയുടെ ശ്വാസകോശങ്ങളായ മരങ്ങൾക്ക് വേണ്ടിയാണ്. മരങ്ങൾ വെട്ടിമാറ്റുന്നതാണ് വിദ്യാധരന്റെ പീനൽ കോഡിലെ ഏറ്റവും വലിയ ശിക്ഷ അർഹിക്കുന്ന കുറ്റം. പക്ഷെ കേരളത്തിലെവിടെയും പരിസ്ഥിതി കുറ്റങ്ങൾ ചെയ്തതിന്റെ പേരിൽ ഒരാൾ പോലും ശിക്ഷിക്കപ്പെട്ടതായി ഒരു പോലീസ് രേഖ പോലും ചൂണ്ടിക്കാട്ടാനുണ്ടാവില്ല എന്നതാണ് രസം. നമ്മൾക്കറിയാം, ഒരാളിപ്പോൾ ക്ഷീണിച്ച് കിടന്നാൽ അല്ല ഒരാൾ ക്ഷയിച്ച് കിടന്നിട്ട് ഇച്ചിരി നന്നായാൽ നാട്ടുകാർ പറഞ്ഞൊരു ഭാഷയുണ്ട്, ഗ്രാമീണർ പറഞ്ഞ ഭാഷയുണ്ട്, അയാളിപ്പോൾ ഇച്ചിരി പച്ച പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതേ വർത്തമാനം ഒരു സ്ഥാപനം ക്ഷയിച്ച് കിടത്തിട്ട് നന്നാകുമ്പോഴും പറയും. ഇതേ വർത്തമാനം ഒരു ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറയും. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവിൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ ഇച്ചിരി പച്ച പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗവൺമെൻറ് ഇപ്പോൾ പച്ച പിടിച്ചിട്ടുണ്ട്. ഈ പച്ച എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് വികസനത്തിൻ്റെ പേരിൽ പച്ചകൾ നശിപ്പിക്കലാണ്. എന്നാൽ വികസനം, സസ്റ്റൈനബിൾ വികസനം എന്ന് പറയുന്നത് ഹരിതാഭയിലൂടെ മാത്രമാണ്. അതിന് എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാഹനം ഓടിക്കണമെങ്കിൽ, ഒരു വാഹനം നമ്മൾ വാങ്ങിച്ച് ഓടിക്കണമെങ്കിൽ അത് ഇന്നലെ മണ്ണടിഞ്ഞ മരത്തിൻ്റെ നീരായ ഫോസിൽ ഇന്ധനങ്ങൾ അതിനകത്ത് നിറച്ചെങ്കിൽ മാത്രമേ വാഹനം മുന്നോട്ട് ഓടുകയുള്ളൂ. ആ വാഹനത്തിന് ഉപയോഗിക്കുന്ന 4 വീലും മറ്റൊരു മരത്തിൻ്റെ കറയാണ്. ഈ വാഹനം ഓടിക്കുന്ന റോഡ് ഈ മരങ്ങളുടെ നീരിൻ്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അവസാന മിശ്രിതമായ ടാറിൽ നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ജീവജാലങ്ങളുടെയും ജീവിതത്തിന് വേണ്ടെന്ന് എന്താണോ വേണ്ടത് അതിൽ 99% സംഗതികളും നൽകുന്നത് വൃക്ഷലതാദികളാണ്. മരങ്ങൾക്ക് സല്യൂട്ട് ചെയ്താവുന്നു ഒരർത്ഥത്തിൽ സബ് ഇൻസ്പെക്ടർ CV വിദ്യാധരന്റെ ഒരു ദിവസം തുടങ്ങുന്നത്. മണ്ണിനെയും മരങ്ങളെയും കിളികളെയും ആരോരുമില്ലാത്ത പാവം മനുഷ്യരെയും അയാൾ സ്നേഹിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 4 പതിറ്റാണ്ടാവുന്നു. ആലപ്പുഴയിൽ അയാൾ ജോലി ചെയ്ത സ്റ്റേഷനുകളെല്ലാം ഇന്ന് ഫലവൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ആലപ്പുഴ കലക്ടറേറ്റും SP ഓഫീസും സ്കൂളുകളും ആശുപത്രികളും ആലപ്പുഴ എറണാകുളം ദേശീയപാതയും അവയുടെ ഇടറോഡുകളുമെല്ലാം വിദ്യാധരൻ നട്ടുനനച്ച് വളർത്തിയ മാവും പ്ലാവും പുളിയും പേരയും നെല്ലിയും തേക്കും വേപ്പും കൊണ്ട് വേറൊരു വനപ്രകൃതിയായി മാറിയിട്ടുണ്ട്. ഈ ശങ്കരവർഗ അല്ലെ ഒട്ടുമാവുകൾ വന്നപ്പോൾ നാടൻ മാവുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഒട്ടുമാവിൻ്റെ പ്രത്യേകത നമുക്കറിയാം. ഈ ഭൂമുഖത്തുള്ള എല്ലാ വൃക്ഷങ്ങളെയും പിടിച്ച് നമ്മൾ കുള്ളനാക്കി. നമ്മുടെ മക്കൾ വാനോളം വളരണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമ്മുടെ ചെടികൾ കുള്ളന്മാരാകണം. മണ്ണിൽ നിന്ന് പൊങ്ങുന്ന മുമ്പേ കാ തരണം, മണ്ണിൽ നിന്ന് പൊങ്ങുന്ന മുമ്പേ കാ വലുതാക്കി തരണം. ഇങ്ങനത്തെ ദുഷ്ടചിന്താഗതി പ്രകൃതിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒരു നാടൻ മാവാണെങ്കിൽ ഒരു 50-200 വർഷത്തേക്ക് നമുക്ക് ആദായം തന്നുകൊണ്ടിരിക്കും, തണൽ തന്നുകൊണ്ടിരിക്കും, തണുപ്പ് തന്നുകൊണ്ടിരിക്കും, പ്രാണവായു തന്നുകൊണ്ടിരിക്കും. 22 ജീവികൾക്ക് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ അതിൻ്റെ ശിഖരങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യും. എന്നാൽ ഒരു പുതിയ ലാബിൽ നിന്നിറങ്ങുന്ന ഒരു ചെടിക്ക് ഇതിൻ്റെ ഒന്നും ഒരു ഗുണങ്ങളും ഉണ്ടാവില്ല. ഒരു മനുഷ്യനെ സംസ്കരിക്കാനുള്ള വിറക് പോലും തരാത്ത രീതിയിൽ ഒട്ടുമാവുകൾ മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആദായം കിട്ടുകയും വർഷങ്ങളോളം നിലനിൽക്കുകയും ചെയ്യുന്ന വൻ മരങ്ങളാകുന്ന നാടൻ മാവുകൾ അതിൻ്റെ വിത്തിട്ട് തന്നെ നമുക്ക് കിളിപ്പിക്കണം. അങ്ങനെ നാടൻ മാവുകൾ ധാരാളം ഞാൻ നടാൻ തുടങ്ങി. പ്ലാവുകൾ, ചക്കക്കുരു ഇട്ട് തന്നെ കിളിപ്പിക്കുന്ന പ്ലാവുകൾ, ഒട്ടുപ്ലാവുകളല്ല, ചക്കക്കുരു ഇട്ട് കിളിപ്പിക്കുന്ന പ്ലാവുകൾ ധാരാളം വെക്കാൻ തുടങ്ങി. ഞാറ വെക്കാൻ തുടങ്ങി. ഞാറപ്പഴങ്ങൾ, കിളികൾക്ക് ഭക്ഷണമില്ലാണ്ടായാൽ മനുഷ്യരാശിക്ക് നിലനിൽപ്പില്ല വരും. ഈ ഭൂമുഖത്തുള്ള ഏതൊരു പക്ഷി ഇല്ലാണ്ടായാലും അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മനുഷ്യരാശിയാണ്. ഈ പശ്ചിമഘട്ടത്തിൽ കാണുന്ന നമുക്ക് മൺസൂൺ കാലാവസ്ഥ തരുന്ന നമ്മുടെ നാടിനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കുന്ന 44 നദികളിലേക്കും ജലമൊഴുക്കി തരുന്ന പശ്ചിമഘട്ടത്തിൽ നിൽക്കുന്ന മുഴുവൻ പല വൃക്ഷങ്ങളും ഈ പക്ഷികൾ പിടിപ്പിച്ചു തന്നാണ്. ഒരു പൂവിറക്കുന്നത് പോലും സസ്യജാലങ്ങളുടെ വരും തലമുറയോടുള്ള ദ്രോഹമാണെന്ന്
വിദ്യാധരൻ കരുതുന്നു. അതുകൊണ്ടാണ് മകൾ തെരേസ്യയുടെ വിവാഹത്തിന് ഈ പോലീസുകാരൻ പൂമാല ഒഴിവാക്കി ഷാളുകൾ മാലയാക്കിയത്. കല്യാണ മണ്ഡപം കൃഷി അറിവുകൾ കൊണ്ടായിരുന്നു അലങ്കരിച്ചത്. വിവാഹത്തിനെത്തിയവരെ രക്തശാലി എന്ന അപൂർവ ഇനം നെൽവിത്തും പച്ചക്കറി വിത്തുകളും നൽകിയാണ് അയാൾ വീട്ടിലേക്ക് സ്വീകരിച്ചത്. പരിസ്ഥിതി സ്നേഹം വീട്ടിലെത്തുമ്പോൾ പുറത്തൂരി വെച്ച് കയറേണ്ടതല്ല വിദ്യാധരന്. പേപ്പറിന്റെ ദുർവിനിയോഗം കുറയ്ക്കാൻ ഞാൻ സ്റ്റീലിന്റെ ഗ്ലാസ് 1000 മേടിച്ചു വെച്ചിട്ടുണ്ട്. അത് വാടകയില്ലാതെ എല്ലാ വീടുകൾക്കും കല്യാണം, അടിയന്തരം, അമ്പലങ്ങളിൽ, സപ്താഹത്തിനൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. നിരവധി ആയിരക്കണക്കിന് ചടങ്ങിൽ എൻ്റെ ഗ്ലാസ്സുകൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്ലാസ് കുടിവെള്ളത്തിൻ്റെ വില 10 പൈസ പോലും ചിലവില്ല, കരിങ്ങാലിയിട്ട് തിളപ്പിക്കണേ. അത് നമ്മളൊരു കല്യാണ വീട്ടിൽ കുടിക്കുന്നത് 70 പൈസ വിലയുള്ള പേപ്പർ ഗ്ലാസ്സിലാണ്. ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഭൂമിയിലേക്ക് വലിച്ചെറിയുകയാണ്. ഭൂമിയിലേക്കിട്ട് വലിച്ചെറിയുമ്പോൾ തന്നെ അത് 500 വർഷം കഴിഞ്ഞാലും ഭൂമിയിലോട്ട് ലയിച്ചു ചേരുന്നില്ല. ഡയോക്സിൻ എന്ന് പറഞ്ഞ വിഷം, മാരകമായ വിഷം, അത് ഭൂമിയിലേക്ക് പ്രവഹിക്കുകയും ചെയ്യും. അത് ചെന്ന് വീഴുന്ന സ്ഥലത്ത് ഒരു ജീവാണു പോലും ജീവിക്കുന്നില്ല. ഒരു തുള്ളി ജലം ഭൂമിക്കടിയിൽ താഴാൻ അവസരം കൊടുക്കുന്നില്ല. അത് കാർഷിക മേഖലയെ വൻ ദുരന്തത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ക്രൂരതകൾ ചെയ്തുകൊണ്ടാണ് കല്യാണങ്ങൾ ആൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെ ചെന്നും ചെയ്യാവുന്ന കാര്യമാണ്. ഒരു കഷ്ണം പേപ്പർ നോട്ടീസ് കിട്ടിയാൽ അതിൻ്റെ മറുവശം എഴുതാൻ ശ്രമിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തനമാണ്. ഒരു പൈപ്പ് പൊട്ടി വെള്ളം പോണ കണ്ടാൽ അതൊന്ന് തിരിച്ച് അത് ഓഫ് ചെയ്ത് പോകുന്നത് പരിസ്ഥിതി പ്രവർത്തനമാണ്. അസമയത്ത് തെളിഞ്ഞെടുക്കൊണ്ട് ബൾബ് ഒന്ന് കെടുത്താൻ പറയുകയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് വിളിച്ചു പറയുന്നൊരു പരിസ്ഥിതി പ്രവർത്തനമാണ്. ഒരു ചായക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കസേര 3 പേരിരുന്നതിൻ്റെ ബാക്കി ഒരു കസേര കിടപ്പുണ്ട്, അതിൻ്റെ മുകളിൽ ഫാൻ കറങ്ങണമെങ്കിൽ അടുത്ത ടേബിളിൽ പോയിരുന്ന് ആ ഫാൻ ഇടാൻ പറയാതെ ഈ ഫാൻ കറങ്ങണ ഫാനിൻ്റെ അടിയിൽ തന്നെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ അതൊരു പരിസ്ഥിതി പ്രവർത്തനമാണ്. അങ്ങനെ നമുക്ക് എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും ആ ചടങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ പരിസ്ഥിതി പ്രവർത്തനമായി മാറാൻ പറ്റും. വനനശീകരണം ഇന്ന് ലോകത്ത് പ്രകാശവേഗത്തിലാണ് സംഭവിക്കുന്നത്. ഒരു വർഷം ലോകത്ത് 7 ദശലക്ഷം ഹെക്ടർ വനഭൂമി കുറഞ്ഞു വരുന്നുവെന്നാണ് കണക്ക്. ആഗോളതാപനത്തിന്റെ വലിയ കെടുതികളിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുന്നതിന്റെ ഒരു കാരണം വനനശീകരണമാണ്. സ്വന്തം വീട്ടുമുറ്റത്തെങ്കിലും ഒരു വൃക്ഷം നട്ട് നമുക്കൊരു ശീലം സൃഷ്ടിക്കാവുന്നതേയുള്ളൂ. പക്ഷെ മലയാളി മധ്യവർഗത്തിന്റെ ശരിയായ നില മറ്റൊന്നാണെന്ന് ഒരു പോലീസുകാരനെ പോലെ പറയാനാവുന്ന മറ്റാരുണ്ട്? ഇത്തരം ഒരു നിസ്വാർത്ഥ സേവനത്തെ ഒരിക്കൽ പോലും പ്രോത്സാഹിപ്പിക്കുന്ന രീതി ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ ജനസമൂഹം തന്നെ, പബ്ലിക് യൂണിറ്റി തന്നെ പ്രധാനമായിട്ട് നമ്മളെ അവഹേളിക്കുക, ഭ്രാന്തനെന്ന് വിളിക്കുക, അവൻ്റെ വീട്ടിൽ വേറെ ജോലി ചെയ്യാൻ കഴിയാനായിട്ടാണ് നാട്ടിൽ നടന്നിങ്ങനെ കർമ്മം ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒത്തിരി അവഹേളനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിൻ്റെ വിലയും നിലയൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ടെന്ന് തോന്നുന്നു. കേരളത്തിലെ 3.25 കോടി ജനതയും ചൂട് കൂടുന്നു, വെള്ളം പറ്റി വരുന്നു, ജീവിക്കാൻ ആവശ്യമായ 3 ഭൗതിക സാഹചര്യങ്ങൾ ഇല്ലാണ്ട് വരികയാണ് ഭൂമിയിൽ. ശുദ്ധമായ ജലമില്ല, ശുദ്ധമായ വായുവില്ല, ശുദ്ധമായ ആഹാരമില്ല. ഇത് 3 നൽകേണ്ടത് ഈ സസ്യലതാദികളാണ്. ഇത് 3 നൽകേണ്ടത് സസ്യലതാദികൾ എന്നുള്ള ബോധത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതല്ലെങ്കിൽ കുഴപ്പത്തിലേക്കാണ്. ഈ അടുത്ത കാലത്ത് ഞാനൊരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് 1-2 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അന്തരീക്ഷത്തിലെ ചൂട് കൂടിയത് ഗർഭിണികൾ വരെ ബാധിച്ചിട്ടുണ്ട്. ഡേറ്റ് പറയുന്ന ആ ഡേറ്റിന് ഒരു സ്ത്രീയും പ്രസവിക്കുന്നില്ല. അതിന് 10-20 ദിവസത്തിന് മുമ്പേ തന്നെ കുട്ടികളെ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് കൂടിയതിൻ്റെ അനുഭവമാണ്. പണ്ടൊരു മഴുവ കടലിലെറിഞ്ഞിട്ടുണ്ടായി പോൽ ഈ ഭൂമി, ഇന്നാ മഴുവാൽ കാടുമുടിച്ചിട്ടുണ്ടാക്കുന്നു മരുഭൂമി. ഭരണക്കാരുടെ അനുമതിയോടെ, അധികാരികളുടെ തുണയോടെ, വിവരക്കേടു പറഞ്ഞു നടക്കും ബിരുദക്കാരുടെ അറിവോടെ. ഭരണക്കാരുടെ അനുമതിയോടെ, അധികാരികളുടെ തുണയോടെ, വിവരക്കേടു പറഞ്ഞു നടക്കും ബിരുദക്കാരുടെ അറിവോടെ. മരങ്ങൾ നടുമ്പോൾ ആരുടെ ഭൂമിയാണെന്നോ ആർക്ക് പ്രയോജനം കിട്ടുമെന്നോ വിദ്യാധരൻ അന്വേഷിക്കാറില്ല. വെറുതെ നട്ടുപോവുകയല്ല, മുറക്ക് വെള്ളവും വളവും നൽകി വൃക്ഷത്തൈകൾ വളരുന്നതുവരെ അതിന് കാവലാണ് ഈ പോലീസുകാരൻ. മനുഷ്യരെക്കാൾ അയാൾ കാവൽ നിന്നിട്ടുള്ളതും മരങ്ങൾക്കാണ്. ബൈബിൾ പ്രകാരം ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ ആ മരം നശിച്ചു പോയാലും അതിൻ്റെ വേരുകളിൽ നിന്ന് അനുഗ്രഹാശിസുകൾ നട്ടയാൾ മരിച്ച് ശവക്കല്ലറയിൽ കിടന്നാൽ ആ ശവക്കല്ലറയിലോട്ട് പ്രവഹിച്ചു കൊണ്ടിരിക്കും അനുഗ്രഹാശിസുകൾ എന്നാണ് പറയാൻ സാധിച്ചത്. ഈ മരങ്ങൾ നടുന്നതിനേക്കാളും ഒരു സേവനം, എല്ലാ സേവനങ്ങൾക്കും എല്ലാ കർമ്മങ്ങൾക്കും മീതെയാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. കാരണം മരങ്ങളില്ലെങ്കിൽ ഭൂമുഖത്ത് ജീവൻ്റെ നിലനിൽപ്പില്ല.
ജീവൻ എന്നേക്കുമായി ഇവിടെ പറയും. അതിൽ ശാസ്ത്രീയമായി നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഒരു പച്ചില എന്താണെന്ന് പഠിക്കുമ്പോഴേ പച്ചില ഒടിക്കാൻ നമുക്ക് തോന്നുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഒരു പച്ചില നമുക്കറിയാം, ഒരു പച്ചില പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം ഹരിതകം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ പുറത്തുവിട്ട കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിക്കുകയും തിരിച്ച് പ്രാണവായു നമുക്ക് നൽകുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഒരു നട്ടുച്ച വെയിലത്ത് നമ്മൾ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തണൽ മാത്രമല്ല കിട്ടുന്നത്, തണുപ്പും കിട്ടും. ഓരോ പച്ചിലകളും 10% ജലാംശം പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുക. കാടുമുടിക്കും ഇനിയും നമ്മൾ കാണികളായാൽ പറ്റില്ല, മൃഗരാമൻ്റെ പരമ്പര നാമി അഴിമതി കണ്ടു പൊറുക്കില്ല. കാടുമുടിക്കുന്നിനിയും നമ്മൾ കാണികളായാൽ പറ്റില്ല, മൃഗരാമൻ്റെ പരമ്പര നാമി അഴിമതി കണ്ടു പൊറുക്കില്ല. നമുക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കിവിടെ കഴിയേണ്ടേ, നമുക്ക് നമ്മുടെ മക്കൾക്ക് അവരുടെ മക്കൾക്കിവിടെ കഴിയേണ്ടേ. ആമഴു വാങ്ങണം അവരെയും ഒന്നിച്ചറബിക്കടലിൽ താഴ്ത്തേണം, ആമഴു വാങ്ങണം അവരെയും ഒന്നിച്ചറബിക്കടലിൽ താഴ്ത്തേണം. മാരാരിക്കുളം കവല മുതൽ കഞ്ഞിക്കുഴി വരെ നോക്കിയാൽ നമുക്ക് വിദ്യാധരൻ എസ്ഐയുടെ 250 ഇനം പ്ലാവുകൾ കാണാം. മണ്ണഞ്ചേരിയിലെ അമ്പനാട്ടുകുളങ്ങര ക്ഷേത്ര പരിസരത്തെ 110 തേക്ക് മരങ്ങളും വിദ്യാധരൻ നട്ടതാണ്. കഞ്ഞിക്കുഴി ആയുർവേദാശുപത്രിയുടെ ഔഷധത്തോട്ടത്തിന്റെ പിന്നിലും വിദ്യാധരന്റെ കൈകളാണ്. ചേർത്തല 11-ാം മൈലിലെ വാഗമരങ്ങളും തിരുവിഴ കവലയിലെയും AR ക്യാമ്പിലെയും നാട്ടുമാവുകളും അരീപ്പറമ്പിലെ കുടംപുളിയും കാണുമ്പോൾ നമ്മൾ വിദ്യാധരനെ മനസ്സിൽ കാണണം. അങ്ങനെ 1.5 ലക്ഷത്തോളം മരങ്ങൾ നമുക്ക് ഈ മനുഷ്യനോട് കടപ്പെട്ട് ആലപ്പുഴയിൽ തൊട്ട് കാണിക്കാം. ഉദാഹരണത്തിന് ലോകത്തിൻ്റെ കോണിൽ എവിടെയെങ്കിലും ഒരു മരം നട്ടാൽ നമ്മുടെ കിണറ്റിലെയും കുളത്തിലെയും ഓരോ ഗ്ലാസ് വെള്ളം പറ്റുമെന്നുള്ള അവബോധം നമുക്ക് വേണം. ഇപ്പം 44 നദികളിലെയും ജലം നമുക്ക് വരണമെങ്കിൽ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു മരം വെട്ടരുത്. 2 നിലവിലുള്ള മുഴുവൻ പാടശേഖരങ്ങളിലും കൃഷി ആരംഭിക്കണം. ഒരു പാടവും ഇനി ഒരിക്കൽ പോലും നികത്താൻ അനുവദിക്കാൻ പാടില്ല. പാടങ്ങൾ കൃഷി ചെയ്താലും ചെയ്തില്ലേലും പ്രകൃതിക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. 1 സെൻറ്റ് പാടം 1,40,000 ലിറ്റർ ജലമാണ് സംഭരിച്ച് നിലനിർത്തുന്നത്. അതിൽ 90,000 ലിറ്റർ ജലത്തോളം ഭൂഗർഭ ജലത്തിലേക്ക് ശേഖരിക്കാനായിട്ട് അത് ക്രമേണ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പാടം നികത്തുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്ന ജീവൻ്റെ തുടിപ്പിനെയാണ് കുഴിച്ചു മൂടുന്നത്. പാടങ്ങൾ നികത്തിക്കൊണ്ടുള്ള കെട്ടിട നിർമ്മാണങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഒരു പണമുണ്ടെന്നുള്ള അഹങ്കാരത്തിൻ്റെ പുറത്ത് മാത്രം ഒരു 4 അംഗങ്ങൾക്ക് കഴിയാനുള്ള വീടിന് പകരം 50 പേർക്കോളം കഴിയുന്ന രീതിയിൽ വലിയ മണിമാളുകൾ വെച്ചിട്ട് അതിന് ചുറ്റും ശവക്കോട്ടക്ക് കെട്ടുന്ന പോലെയുള്ള വൻ മതിൽ കെട്ടിയിട്ട് അതിനകത്ത് അല്പമെങ്കിലും ഭൂമി ഉണ്ടെങ്കിൽ അത് മുഴുവനും ടൈലിട്ട് നിരത്തിയിട്ട് ആ പെയ്യുന്ന മഴവെള്ളം ഒരു തുള്ളി പോലും ഭൂമിക്കടിയിൽ താഴാൻ അനുവദിക്കാത്തവന് കുടിവെള്ളം കുടിക്കാൻ എന്താണ് അവകാശം? അവൻ്റെ കിണറ്റിലും അവൻ്റെ ബോർവെല്ലിൽ എവിടുന്ന് വെള്ളം വരണം? പരിസ്ഥിതി പ്രവർത്തകനായ ഈ പോലീസുകാരനോടുള്ള സ്നേഹസൂചകമായി മുമ്പ് ആലപ്പുഴ SP ആയിരുന്ന നാഗരാജു എല്ലാ പോലീസ് ട്രാഫിക് സ്റ്റേഷനുകളിലും AR ക്യാമ്പുകളിലും മരങ്ങൾ നടാൻ ഉത്തരവിട്ടിരുന്നു. മരങ്ങളുടെ പേരും അദ്ദേഹം തന്നെ നാമകരണം ചെയ്തു, വിദ്യാധരൻ. അങ്ങനെ മരമായും മനുഷ്യനായും ഇവിടെ ഇപ്പോൾ ഈ ലോകത്ത് ഒരാൾ മാത്രമേ ജീവിച്ചിരിക്കുന്നുണ്ടാവൂ, വിദ്യാധരൻ. ആതിരരാവിൽ കുളിച്ചു കുറിയിട്ടു ഞാലാടി പാടിയിടും ശാലീനതയുടെ ചാരുത ചേരും കേരള ഗ്രാമശ്രീ എവിടെ? തുമ്പികൾ വീണ കമ്പികൾ മീട്ടും ചിങ്ങവസന്ത ശ്രീ എവിടെ? തുമ്പികൾ വീണ കമ്പികൾ മീട്ടും ചിങ്ങവസന്ത ശ്രീ എവിടെ? നമ്മുടെ മാമല നാട് കേരള നാടേ നീ എവിടെ? നമ്മുടെ മാമല നാട് കേരള നാടേ നീ എവിടെ? ഭൂമിയിൽ മനുഷ്യരുടെ വികസന ഭീകരതയ്ക്ക് തടയിടാൻ ഒരുതരം പരിസ്ഥിതി നിയമപാലനം കേരളം ഈ വേനൽക്കാലത്തെങ്കിലും വലിയ അർത്ഥത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മാവോയിസ്റ്റുകളെ പിടിക്കുന്നതിനേക്കാൾ അടിയന്തരമായി ചെയ്യേണ്ടത് മാവും പ്ലാവും വെച്ചുപിടിപ്പിക്കലാണെന്ന് ഇവിടെ ഒരു പോലീസുകാരനെങ്കിലും നമ്മെ അനുഭവം കൊണ്ട് കാണിച്ചു തരുന്നത്. കേരള എക്സ്പ്രസുമായി മറ്റൊരു സ്ഥലത്ത് വെച്ച് മറ്റൊരു ദിവസം വീണ്ടും കാണാം. കാത്തിരിക്കുക.
ശുഭയാത്ര.